എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ 2 ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയും 2 പച്ചമുളകും ആവശ്യമുണ്ട്. 2 ഉരുളക്കിഴങ്ങ് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് സവാളയാണ് ചേർക്കാനുള്ളത്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് ചേർത്തത്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. സവാള ആദ്യം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്ത ശേഷം ഒന്നുകൂടി കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാം. ഇത് ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങുമാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള വഴറ്റിയ സമയത്തും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഈ വെജിറ്റബിളിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് ഇവിടെ 1-2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് അടച്ചു വെക്കുകയാണ്. ചെറിയ തീയിൽ വീണ്ടും ഒരു 6 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്